ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഒപ്പം തന്നെ കൃപയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഈ മെയ് മാസം 1-ാം തീയതി നിങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽപ്പാൻ സർവ്വകൃപാലുവായ ദൈവം എന്നെയും സഹായിച്ചുവല്ലോ. ഈ 1-ാമത്തെ പ്രഭാതത്തിനകത്ത് ദൈവശബ്ദം നിങ്ങളോട് ഈ ഒരു മാസത്തിനകത്ത് ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വൻ കാര്യങ്ങൾ ചെയ്യട്ടെ, വലിയത് ചെയ്യട്ടെ. അതെ, അതിന് ചിന്തയ്ക്കായിട്ട് അതിനാധാരമായി എടുക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. 9-ാം അധ്യായം 28-ാം വാക്യം. ഈ വാക്കുകൾ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവിടെ നമുക്ക് കാണുന്നു യേശു തൻ്റെ ശിഷ്യന്മാരായ 3 പേരെ തൻ്റെ കൂടെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന പ്രാർത്ഥനയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ തൻ്റെ കൂടെ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേരെ കൂട്ടി മറരൂപമലയിൽ മലയിൽ പ്രാർത്ഥിക്കുവാൻ കയറിപ്പോയി. ഒന്ന് ദൈവനോർ പ്രാർത്ഥനാ അന്തരീക്ഷം. ഈ മാസത്തിൻ്റെ പ്രത്യേകത വലിയ പ്രാർത്ഥനയ്ക്കകത്ത് പ്രാർത്ഥനാ വീരന്മാരെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുക. വലിയ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവാത്മാവ് വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നീ കാണാൻ പോകുക. പ്രാർത്ഥനാ വലയത്തിനകത്ത് ദൈവാത്മാ പറയുന്നു, നിന്റെ രൂപം മാറാൻ പോകുക, നിന്റെ ഭാവം മാറാൻ പോകുക, നിന്റെ കാഴ്ചപ്പാട് മാറാൻ പോകുക. ആത്മാവ് ഇടപെടുന്നു. നോക്കിക്കേ, ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. അതുതന്നെയല്ല, 2 പുരുഷന്മാർ യേശുവിനോട് സംഭാഷിക്കുന്നത് കണ്ടു. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, നീ പ്രാർത്ഥന വലയത്തിനകത്ത് കയറുമ്പോൾ ഇതുവരെ ഉണ്ടാകാത്ത ചില പ്രത്യേകതകൾ, ഇതുവരെ ഉണ്ടാകാത്ത ചില മാറ്റങ്ങൾ പരിശുദ്ധാത്മ കൊണ്ടുവരാൻ പോകുകയെന്ന്. ദൈവാത്മാവ് അസാധ്യതയുടെ മേഖലയെ നിന്റെ മുമ്പിൽ തുറന്നിട്ട്, ആത്മമണ്ഡലം നിന്റെ മുമ്പിൽ തുറന്നിട്ട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ മുൻപിൽ ദൈവാത്മാവ് നിന്നെ വേറെ ഒരാൾ കാണുമ്പോൾ ഇവിടെ യേശു നമുക്ക് മോശയും ഏലിയാവും സംഭാഷിച്ചുകൊണ്ടിരിക്കുന്നത് പത്രോസ് കാണുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5-മതൊരാള് അവർ 3 പേരല്ലാതെ 4-മതൊരാൾ കാണുന്നതായി നമുക്ക് കാണുന്നു. 4-മതാൾ കാണുന്നത് ദൈവാത്മാ പറയുന്നു യേശുവിൻ്റെ കൂടെ 2 പേരും കൂടെ നിന്ന് സംഭാഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവാത്മാ പറയുന്നു, നീ ആത്മക്കണ്ണ് തുറക്കാൻ പോകുക. നീ കാണാത്ത ചില വെളിപ്പാടിനകത്തേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന വലയത്തിനകത്ത് നീ കാണാത്ത വെളിപ്പാടിലേക്ക് കയറ്റാൻ പോകുക എന്ന് പറഞ്ഞാൽ ആമേൻ പറയാമോ? അതുതന്നെയല്ല, പത്രോസിനെ പോലെ ചില തീരുമാനത്തോടെ കയറി വരുന്ന ചിലതിനെ പരിശുദ്ധാത്മാവ് ഈ മാസത്തിനകത്ത് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. റമനഹത്തുൽ വൈഡ പ്രമന റിമനഘടക ശബ്ദുന എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം വിട്ടു പോകണ്ടെന്ന്. ഇവിടെ വിട്ടു പോകണ്ട, ഇവിടെ ഇരിക്കുന്നത് നമുക്ക് നല്ലത്. പ്രാർത്ഥിക്കാൻ 10 മിനിറ്റ് ഇരിക്കാൻ മടിയുള്ളവരോട് ദൈവാത്മ പറയുന്നു, പ്രാർത്ഥനയും മടിക്കുന്നവരോട് ദൈവാത്മ പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടം വിട്ട് പ്രാർത്ഥന ആ സാന്നിധ്യം വിട്ട് പോകണ്ട എന്ന് പറയുന്ന ചിലതിനെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുക. പ്രാർത്ഥനയെ ടേസ്റ്റ് ചെയ്യുന്ന ചിലതിനെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുക. പത്രോസിനെ പോലെ ചിലതിനെ കർത്താവ് അവിടെ തന്നെ ഇരുത്താൻ തക്കവണ്ണം ദൈവാത്മാവ് അങ്ങനെ ചിലതിനെ എഴുന്നേൽപ്പിക്കുന്ന മാസമാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും. നിന്റെ കൂടെയുള്ളവർ മടിയുള്ളവരല്ല, നിന്റെ കൂടെയുള്ളവർ ദൈവാത്മാവ് എൻകറേജ് ചെയ്യുന്ന, നിന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ നയിക്കുന്ന, നിന്നെ പ്രേരിപ്പിക്കുന്ന. നല്ലതാണ് ഇവിടെ ഇരിക്കാൻ, നല്ലതാണ് പ്രാർത്ഥിക്കാൻ, നല്ലതാണ്. ദൈവാത്മാവ് തീരുമാനത്തോടെ നീ പറയാതെ തന്നെ ചില തീരുമാനത്തോടെ കയറി വരുന്ന പത്രോസിനെ പോലെ ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ഈ കാലഘട്ടത്തിൽ ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പോകുക എന്ന് പറഞ്ഞ ആമേൻ പറഞ്ഞു തുടങ്ങിക്കോ. ഷാദാൽ വൈഡരകൾക്ക് പ്രാർത്ഥനാന്തരീക്ഷം ചേഞ്ച് ആകാൻ പോകുന്നു. ആത്മീയ അന്തരീക്ഷത്തിന് ഒരു വലിയ വ്യത്യാസം സംഭവിക്കാൻ പോകുന്നു. നീ കാണുന്ന ഒരു സാധാരണ പ്രാർത്ഥനയല്ല കേട്ടോ, സാധാരണ ദൈവസാന്നിധ്യമല്ല, അസാധാരണമായ ദൈവസാന്നിധ്യം നീ അറിയാൻ പോകുകയെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു. ഒരേ സമയത്തു തന്നെ 3 തലങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവ സാന്നിധ്യം. ദൈവാത്മാവ് യേശുവിനെ നമുക്ക് ചൂണ്ടിക്കാണിച്ചാൽ
പിതാവായ ദൈവം പുത്രനെ ഈ ലോകത്തേക്ക് അയച്ചത് മാനവകുലത്തിന്റെ രക്ഷയ്ക്കായിട്ടാണെങ്കിൽ, അടുത്ത ആള് നമുക്ക് കാണുന്നു മോശ ഈ ലോകത്തിന്റെ ദൈവാത്മ പറയുന്നു മാറ്റത്വമുള്ള ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ ഉപയോഗിച്ച ഒരു ഭക്തന മോശ. നമുക്കറിയാം ഏലിയാവിനെ ആഹാബിന്റെ ഇസബേലിന്റെ കാലഘട്ടത്തിൽ ദൈവം എടുത്ത് ഉപയോഗിച്ച മനുഷ്യന ഏലിയാവ്. അങ്ങനെയെങ്കിൽ ദൈവാത്മ വാക്കിനാൽ ചിലത് പ്രവൃത്തിയാൽ തെളിയിക്കാൻ ദൈവം ഈ കാലഘട്ടത്തിൽ ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പോകുകയെന്ന് പറഞ്ഞ ഹാമേൻ പറഞ്ഞു, അതിനകത്ത് നീ ഒരാളാണെന്ന് പറഞ്ഞ് റിമന ഹത്തൽ വർദ്ധന ജഗൽഖമാന ഹസ്യാർത്ഥന റിമന അസാധാരണമായ ദൈവിക മൂവിലേക്ക് ദൈവം നിന്നെ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽപ്പിക്കാൻ പോകുകയെന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാ പറയുന്നു, അഭിഷക്തന്മാരെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു, ശക്തരായവരെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി. പരിശുദ്ധാത്മാ പറഞ്ഞു പത്രോസിനെ പോലെ സഭയെ പണിയുവാൻ. പരിശുദ്ധാത്മാ പറയുന്നു പത്രോസിനെ പോലെ സഭയെ പണിയ സാധാരണക്കാരല്ല കേട്ടോ സഭയെ പണിതത്. ദൈവാത്മ വെളിപ്പാടുള്ളവൻ, ദർശനമുള്ളവൻ. നോക്കിക്കേ, യേശുവിനെ പറ്റി പറഞ്ഞത് ഒരു കാര്യമാ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തു ഇങ്ങനത്തുള്ള വെളിപ്പാടിലേക്ക് കയറുന്ന ചിലതിനെ പരിശുദ്ധാത്മാ ഈ കാലഘട്ടത്തിൽ സഭയെ പണിയാൻ, ജനത്തെ പണിയാൻ എടുത്ത് ഉപയോഗിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ഈ 5-ാമത്തെ മാസം 1-ാം തീയതി ആത്മാവ് ഇടപെടുന്നു, പത്രോസിനെ പോലെ എഴുന്നേൽപ്പിക്കാൻ പോകുക. അത് തന്നെയല്ല തീരുമാനത്തിലേക്ക് വരുന്നത്. നിന്റെ തകർച്ചയല്ല, പരാജയമല്ല, ജയമായി പരിശുദ്ധ പിതാവ് ഇതിനെ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീനെന്ന് പറയുന്ന ശബ്ദത്തെ നീ കേൾക്കാൻ പോകുക. റിമന ഹത്തര ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. സ്വർഗപിതാവേ, ഈ സമയം ജനത്തിൻ്റെ മേലൊരു വലിയ ദൈവമഹത്വമായി ചലിച്ചു തുടങ്ങട്ടെ, വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. ഈ ദൈവശബ്ദം കേട്ട് തിരിയട്ടെ, ദൈവശബ്ദം കേട്ട് മഹത്വത്തിന് വേണ്ടി തിരിയട്ടെ. അത്ഭുതകരമായി ദൈവചലനം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവായി വാഴുന്നവൻ